ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി സെർച്ച് ട്രീയിൽ ഒരു ഐറ്റത്തിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ബൈനറി സെർച്ച് ട്രീ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ട്രാവേഴ്സൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ചിങ് ആണ്. ഒരു ബൈനറി സെർച്ച് ട്രീ ഓൾറെഡി ഉണ്ടാകും. ആ ട്രീയിൽ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ അതിൻ്റെ അൽഗോരിതമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റെപ്പിലോട്ട് പോകാം, എന്നിട്ട് അൽഗോരിതം നോക്കാം. അതാണ് കുറച്ചും കൂടി മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പ്രൊസീജർ. സെർച്ച് എന്ന് പറഞ്ഞ പ്രൊസീജർ 2 ആർഗ്യുമെൻ്റ് ആണ് പാസ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പോയിന്റർ ആണ്, ഓരോ നോഡിനെയും പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റർ ആണ്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏത് ഐറ്റം ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ ഇൻറ്റീജർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ആർഗ്യുമെൻ്റ് ആണ് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്നെങ്കിൽ ഓൾറെഡി അവിടെ ട്രീ ഉണ്ട് എങ്കിൽ റൂട്ട് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ ട്രീയിൽ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക, ഈ പോയിന്ററിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ എം ടി ആണോ അല്ലയോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാണ്. അത് ചെക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്: ട്രീ ഈക്വൽ ടു നൾ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ട്രീ എം ടി ആണ്, ആ നമ്പർ എന്തായാലും അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഇനി ട്രീ എം ടി അല്ലാത്ത കേസിൽ ട്രീ പോയിന്റ് ചെയ്യുന്നത് റൂട്ട് നോഡാണ്. അപ്പോൾ ആ റൂട്ട് നോഡും ഡിജിറ്റും തമ്മിൽ ആദ്യം നമ്മൾ കമ്പാരിസൺ നടത്തും, ഈക്വൽ ആണോ എന്ന്. ഈക്വൽ ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ ആ എലമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ, ആ ഡിജിറ്റ് ഈസ് ഫൗണ്ട് എന്ന് നമുക്ക് മെസ്സേജ് കൊടുക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും ഡിജിറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണോ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ബൈനറി സെർച്ച് ട്രീന് ഒരു പ്രത്യേകതയുണ്ട്. റൂട്ട് നോഡിനേക്കാളും ലെസ് ആയിട്ടുള്ള വാല്യൂസ് ലെഫ്റ്റ് സൈഡിലുണ്ടാകും, ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് റൈറ്റ് സൈഡിലുണ്ടാകും അല്ലേ. അപ്പം അവിടെ നമ്മൾ സെർച്ച് ചെയ്യാണ്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ഇനി സെർച്ചിങ് നടത്തേണ്ടതെന്ന് നമ്മൾ നോക്കുന്നു. നമ്മൾ പണ്ട് പഠിച്ച ബൈനറി സെർച്ചിങ് തന്നെയാണ് ഇവിടെയും സോർട്ടഡ് ഓർഡറിലാണ് അല്ലേ. ഇവിടെ മിഡ് വാല്യൂ ഒന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. നേരിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എടുത്തിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു. അതിൻ്റെ ട്രീയുടെ നമ്പറുമായിട്ട് അതിനെ ട്രീയുടെ അതായത് റൂട്ടിൻ്റെ ഡേറ്റ വാല്യൂ, ആ ഡേറ്റ വാല്യൂവിനേക്കാളും ഡിജിറ്റ് ലെസ് ആണോ നോക്കുന്നു. ലെസ് ആണെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഇവിടെ ഒരു റിക്കേഴ്സീവ് കോളിംഗ് ആണ്. ഇനി ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ ചൈൽഡിനെ ആയിരിക്കും ട്രീ പോയിന്റ് ചെയ്യുന്നത്. ആ നോഡും അതുപോലെ ഡിജിറ്റും വെച്ചിട്ടായിരിക്കും കമ്പാരിസൺ നടത്തുക. എന്നിട്ട് ഇനി അതുപോലെ തന്നെ റിക്കേഴ്സീവ് ആയിട്ട് ഇത് ചെക്ക് ചെയ്യും. എന്നിട്ട് ഡിജിറ്റ് ഈക്വൽ ടു ആ ട്രീയുടെ ഡേറ്റ വാല്യൂ ആയിട്ട് കമ്പാരിസൺ നടത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ മൂവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടായിരിക്കും ഡിജിറ്റിനെ ഫൗണ്ട് ചെയ്യുക. ഇനി നമ്മുടെ അൽഗോരിതത്തിലോട്ട് പോകാം. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ അൽഗോരിതമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം അതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ ആദ്യം നമ്മൾ ട്രീ ഈക്വൽ ടു നള്ളാണോ ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇതല്ലാത്ത കേസിൽ നമ്മൾ ഡിജിറ്റും ട്രീയുടെ ഡേറ്റ വാല്യൂ നമ്മൾ ഈക്വൽ ആണോ നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ അവിടെ ഡിജിറ്റ് ഉണ്ട്, നമുക്കത് പ്രിന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ മൂവ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു. ലെഫ്റ്റിലേക്കാണെങ്കിലും അടുത്ത ഒരു റിക്കേഴ്സീവ് കോളിംഗ് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റിലേക്കായിരിക്കും പോവുക. അവിടെ ട്രീ പോയിന്റ് ചെയ്യുന്നത് റൈറ്റിലേക്കായിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹിയർ ഡിജിറ്റിൻ്റെ വാല്യൂ 30 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 30 ഈ ബൈനറി സെർച്ച് ട്രീയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ട്രീ പോയിന്റ് ചെയ്യുന്നത് ഈ റൂട്ട് നോഡിലേക്കാണ്. അപ്പോൾ 30യും ഇതും ഈക്വൽ ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക. ഈക്വൽ അല്ല അല്ലേ. ഇനി എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് ഒരു കമ്പാരിസൺ നടത്തും. അപ്പോൾ 30 എന്ന് പറയുന്നത് 20യേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുക, റൈറ്റിലേക്ക്. ഇനി അവിടെയും നമുക്കൊരു ട്രീ പോയിന്റ് ചെയ്യുന്നത് അടുത്ത റൈറ്റിലേക്കാണ്. ഇത് വെച്ചിട്ട് ഈക്വൽ ടു ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ 28ഉം 30 ഈക്വൽ അല്ല. ഇനി ബാക്കിയുള്ള നോഡുമായിട്ടാണ് കമ്പാരിസൺ നടത്തേണ്ടത്. ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് കമ്പാരിസൺ ചെയ്യുന്നു. 30 28യേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഈക്വൽ ടു ആണോ നോക്കുന്നു. ഈക്വൽ അല്ല.
ഇനി ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ നോക്കുന്നു. 35-നേക്കാളും ലെസ് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി അത് ഈക്വൽ ആണ് നോക്കും, നമുക്ക് ആ എലമെന്റ് അവിടെ കിട്ടി. സോ ഇവിടെ സെർച്ച് സക്സസ്ഫുൾ ആണ്. ഇങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ബൈനറി സെർച്ചിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷനെ ബൈനറി ട്രീ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓപ്പറൻസിൻ്റെയും ഒക്കെ കോമ്പിനേഷനാണ്, കളക്ഷനാണ്. അതിനെ ഒരു ബൈനറി ട്രീ ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഓക്കെ, അതിലാദ്യം ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രസിഡൻസ് നോക്കിയിട്ടാണ് നമ്മൾ ബൈനറി ട്രീയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ പാരാന്തസിസിലാണ്, അതായത് ബ്രാക്കറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം നമ്മൾ ബൈനറി ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്തത് എക്സ്പോണൻഷ്യൽ, ദെൻ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ അഡീഷൻ വരിക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതൊരു എക്സാമ്പിളാണ്. 3 പ്ലസ് 2 ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, 5 + 9 ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യം കൊടുക്കുക ഈ പരാന്തസിസിനാണ്. ഇതൊരു പരാന്തസിസ് ആണ് അല്ലേ, അപ്പോൾ അതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അത് ഒറ്റ ഓപ്പറൻ്റ് ആയിട്ട് എടുക്കും. ദെൻ ഓപ്പറേറ്റർ പ്ലസ് ആണ്, അതിനുശേഷം 3 അല്ലേ. അപ്പോൾ 3 പ്ലസ് ഈ 3 എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റും ദെൻ ഇത്രയും ഭാഗം വേറൊരു ഓപ്പറൻറ്റ് 2 ആയിട്ടും എടുക്കും. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ സെൻട്രലിലുള്ളത് പ്ലസ് ദെൻ 3, ഇത് ഇത്രയും അടുത്ത റൈറ്റ് ചൈൽഡായിട്ട് വരേണ്ടതാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പിന്നെയും തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് 5 + 9 ഒരു ബ്രാക്കറ്റിലാണ് അല്ലേ, 5 + 9 ഒരു ബ്രാക്കറ്റിലാണ്, ഇൻറ്റു 2 ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻറ്റു എന്ന് പറയുന്നത് അത് ഒരൊറ്റ ഒരു ഓപ്പറേറ്ററായിട്ട് എടുക്കുന്നു. ഓപ്പറൻറ്റ് 1 എന്ന് പറയുന്നത് 5 + 9 ആണ്, ദെൻ 2. അപ്പോൾ 2 ഒരു ഓപ്പറൻറ്റും 5 + 9 എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റുമാണ്. ഇനി 5 + 9 എന്ന് പറയുമ്പം അതിൻ്റെ അകത്തും എന്തുണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. സോ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുവാണ് +5 9. മനസ്സിലായോ? ആദ്യം നമ്മൾ ഇത്രയും ഒരു ഓപ്പറൻ്റായിട്ട് എടുത്തു, 3 ഒരു ഓപ്പറൻ്റായിട്ട് എടുത്തു. അപ്പം പ്ലസ് ആണ് വരിക. ഈ ലെഫ്റ്റ് സൈഡിൽ മൊത്തം വരുന്നത് 5 + 9 ഇൻറ്റു 2 ആണ്. ഇനി അവിടെ നോക്കുമ്പം പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ, ഈ റൈറ്റ് സബ് ട്രീയെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെ അകത്തുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇൻറ്റു 2 ആണ്. സോ ഇൻറ്റു 2 എന്ന് പറയുന്നത് ഒരു ഓപ്പറൻ്റായിട്ടും 5 + 9 ഒരു ഓപ്പറൻ്റായിട്ടും എടുക്കാം. ഇനി അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് +5 9 എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു ബൈനറി ട്രീയെ ഒരു എക്സ്പ്രഷനെ ബൈനറി ട്രീയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.